പഴയ കോലം, പഴയ കള്ളത്തരം, പഴയ ഡാൻസ്, പഴയ പാട്ട്. വേറെ പാട്ടാണോ? എന്നാ പിടിച്ചോ. 3, 4. ചെന്താമരപ്പൂവിൻകണ്ണല്ലേ ഞാവൽ കാഞ്ഞിരച്ചുണ്ടല്ലേ അമ്പിളി ചുപ്പണി തുമുഖമല്ലേ തുമ്പപ്പല്ലല്ലേ വാർക്കുണ്ടലുമേ കച്ചേലല്ലേ മാരണി മാടകപ്പൂവല്ലേ ചിന്തരണ്ടാലിയും എന്നച്ചോടല്ലേ പഠിച്ചത് വലിയൊരു സ്ഥലത്താ. പഠിച്ചത് വലിയൊരു സ്ഥലത്താണ്. അൽഹംദുലില്ലാ പഠിച്ചല്ലോ. നമസ്കാരം. ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷം. അവിടേക്ക് ബ്ലഡ് റിസൾട്ട് ഡോക്ടറിനെ കാണിക്കാൻ വരുന്ന അമ്മയും മകളെയുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഡോക്ടർ എൻ്റെ പേര് രാധ. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ബ്ലഡ് പരിശോധിക്കാൻ പറഞ്ഞിരുന്നു. ഇന്ന് ആ റിസൾട്ട് കിട്ടി. ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ രാധ അല്ലേ? അതിന് തരൂ. ഡോക്ടറെ, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയൊരു കുഴപ്പമുണ്ട്. അമ്മയ്ക്ക് ഷുഗർ കുറച്ച് കൂടുതലാണ്. ഡോക്ടറെ, ഇതിപ്പോൾ മരുന്ന് കഴിച്ചാൽ മാറുമോ? തുടക്കമായിരുന്നെങ്കിൽ നമുക്കിത് മരുന്നിലൂടെയും ഭക്ഷണക്രമീകരണത്തിലൂടെയും മാറ്റാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറച്ച് കൂടുതലാണ്. ഇൻസുലിൻ എടുക്കേണ്ടി വരും. ഇൻസുലിൻ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഡോക്ടറെ? എനിക്കറിയാം നിങ്ങൾക്ക് ഷുഗറിനെ കുറിച്ച് ഇൻസുലിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായേക്കാമെന്ന്. അതുകൊണ്ട് സിസ്റ്റർ ഇതെല്ലാം പറഞ്ഞു തരും കേട്ടോ. സിസ്റ്ററിൻ്റെ കൂടെ പോയാൽ മതി. സിസ്റ്റർ ഇതിനെ പറ്റിയെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സിസ്റ്റർ പ്ലീസ്. ഇരിക്കേ. ഇതിനു മുമ്പ് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഷുഗർ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സിസ്റ്റർ. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിസ്റ്ററെ? പേടിക്കാനൊന്നുമില്ല. ഇതിപ്പോൾ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന രോഗമാണ്. സിസ്റ്ററെ, ഡോക്ടർ പറഞ്ഞല്ലോ ഇൻസുലിൻ എടുക്കണമല്ലോ. അതിന് എങ്ങനെ എടുക്കണം? സൂചിയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എത്രണ്ണം എടുക്കണമെന്നൊക്കെ പിന്നീട് പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു തരുവേ. ഇൻസുലിൻ സൂചി നമുക്ക് ഒരാഴ്ചയ്ക്ക് ഉപയോഗിക്കാം. പിന്നീട് അത് മാറ്റി പുതിയ സൂചി എടുത്താൽ മതി. ഇൻസുലിൻ എടുക്കേണ്ട രീതിയാണ് ഞാൻ കാണിച്ചു തരാമേ. ഇതുപോലെ വേണം ഇൻസുലിൻ എടുക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി സിസ്റ്റർ. ഈ സൂചി നമുക്ക് എവിടെയെല്ലാം കുത്താം? നമ്മുടെ കയ്യിൽ, തുടയിൽ, അടിവയറ്റിലാണ്ടെല്ലാം കുത്താം. അടിവയറ്റിൽ കുത്താണെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കും. അപ്പം നമുക്ക് എന്നും അവിടെ തന്നെ കുത്താം അല്ലേ സിസ്റ്ററെ? അല്ല, അങ്ങനെ ഒരു സ്ഥലത്താണ് കുത്തരുത്. ഞാൻ പറഞ്ഞ മറ്റു ശരീരഭാഗങ്ങൾ കൂടി 6 മാസം കൂടുമ്പോൾ മാറ്റി മാറ്റി കുത്തണം. ഇല്ലെങ്കിൽ അവിടെ തടിച്ചാലാനോ പഴുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സിസ്റ്റർ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇൻസുലിൻ എടുക്കുമ്പോൾ രാത്രി ഭക്ഷണം കഴിച്ചതെന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഷുഗർ കുറയാൻ സാധ്യതയുണ്ട്. സിസ്റ്ററെ, അമ്മ ഭക്ഷണം ക്രമീകരിച്ചാൽ മതിയോ? ഇത് എടുക്കണം നിർബന്ധമുണ്ടോ? എടുക്കണം, നിർബന്ധമാണ്. അമ്മയ്ക്ക് ഷുഗർ നല്ല കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ ഹൃദയാഘാതം, വൃക്കരോഗം, കാലിൽ വ്രണങ്ങൾ, ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. സിസ്റ്ററെ, മനസ്സിലായി. പിന്നെ ഷുഗർ ഉള്ളതുകൊണ്ട് കാലിൽ ചെരുപ്പ് ധരിക്കണം. മുറിവുകളൊന്നും ഉണ്ടാകാൻ നമ്മൾ ഒട്ടും അനുവദിക്കാൻ പാടില്ല. പിന്നെ ആണെങ്കിൽ ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവൊക്കെ പതിയെ കുറച്ചു കൊണ്ടുവരണം. പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും, മീൻ, മുട്ട, ബീൻസ് തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. പിന്നാണെങ്കിൽ എണ്ണ പലഹാരങ്ങളും, മദ്യപാനം, പുകവലി ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സിസ്റ്ററെ, കുറേ കാര്യങ്ങൾ മനസ്സിലായി. സിസ്റ്റർ, ഞാൻ എന്ന് വന്ന് പരിശോധിക്കണം? 3 മാസം കൂടുമ്പോൾ വന്ന് പരിശോധിക്കണം. അത് കൂടാതെ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. അതൊരു 6 മാസം കൂടുമ്പോൾ വന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. സിസ്റ്ററെ, ഞാൻ അടുത്ത വട്ടം വന്ന് നോക്കാം.
വേറെ എന്തെങ്കിലും ഇൻസുലിൻ എടുക്കുന്നതിലോ മറ്റോ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കാണിച്ചാൽ മതി കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് സിസ്റ്റർ. കേരള സാർ 100% ലിറ്ററസി സാർ. കൊള്ളാമോ സാറേ? പക്ഷെ ചെറിയൊരു പ്രശ്നം, കേരളത്തിൽ പോയാൽ ഇനി കണ്ടോ, കളിയിട്ട ആട്ടിയിട്ട ഈട്ടിയിട്ട വെടി പൂര